പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തെ ഏറ്റവും സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർ ഓൺട്രപ്രണേഴ്സ്. കാരണം മെയിനായിട്ട് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓൺട്രപ്രണേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം പൈസയുടെ കാര്യത്തിലായിരിക്കും. കാരണം അവരെന്ത് അവസ്ഥ ഇരുന്നാലും അവരിപ്പോൾ പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ലെങ്കിൽ പോലും അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ബിസിനസ് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ ഒരു ഓൺട്രപ്രണറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ, ബിസിനസ് മുന്നോട്ട് പോകുന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കൂ. കാരണം ഇതിൽ വരുമ്പോൾ തന്നെ ആണെങ്കിലും ബിസിനസ് മാർക്കറ്റ് ചെയ്യണേ പൈസ വേണം, ബിസിനസ്സിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണ പൈസ വേണം, ഓഫീസ് വേണേ പൈസ വേണം, സ്റ്റാഫിനെ ഹയർ ചെയ്യണം, സാലറി കൊടുക്കണം. അങ്ങനെ ഫുള്ളുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ ബിസിനസ്സിൽ നിന്ന് ചിലപ്പോൾ ഒരു രൂപയുടെ പോലും പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നേ പറ്റൂ. എന്നുവെച്ചാൽ 1 ലക്ഷം രൂപ ഒരു ഓൺട്രപ്രണറുടെ കയ്യിലുണ്ടെങ്കിൽ ഈ 1 ലക്ഷം രൂപ സാലറി എടുത്തു കഴിഞ്ഞാൽ അവന്റെ ഒരു 1000 രൂപ പോലും കണ്ടില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ടീം മാനേജ്മെന്റ്. ഇപ്പം ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അത്രയും സ്വപ്നമായിട്ടായിരിക്കും ആ ഒരു ബിസിനസ് നിൽക്കുന്നത്. ആ ബിസിനസിനെ അത്രയും ലെവലിൽ എത്തിക്കണം. അപ്പം ആ ഒരു ജേർണിയുടെ ഭാഗമാകൊണ്ട് ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ഒരു പോയിന്റ്. കാരണം ആ ഓൺട്രപ്രണർ ഇന്ന് എങ്ങനെ പണിയെടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇപ്പം സർവീസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇവരെ എല്ലാവരും അതേ ലെവലിൽ പണിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഓൺട്രപ്രണറുണ്ട്. പക്ഷെ ഒരിക്കലും അത് ബിസിനസ്സിൽ സംഭവിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ പല ടാസ്കുകളും ഇതേപോലെ വിശ്വസിച്ച് ഡെലിഗേറ്റ് ചെയ്താലോ ഈ പറഞ്ഞ ഒന്നും നടക്കത്തില്ല. പിന്നെ ഇവരുടെ ഫയറിങ്, പിന്നെ അടുത്ത ആളെ എടുക്കണം. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു വാർ അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു. അവൻ ഭയങ്കരമാ വളർന്നു പോയി, വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെവർ ക്വിറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡോണ്ട് ലിസൺ ടു എനിവൺ. ആരും പറയുന്ന കേൾക്കരുത്. കാരണം ലോകം മൊത്തം നിങ്ങളെ എതിരെ പറയും നിങ്ങളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അൺലെസ് ആൻഡ് അണ്ടിൽ യു പ്രൂവ് യുവർസെൽഫ്. കാരണം അത് കേട്ടിട്ട് കാര്യമില്ല. മൂന്നാമത്തെ കാര്യം ഡു വോളിയം. വട്ട് എവർ യു ഡു വോളിയം. അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക.